Are you ready? Once again, good evening. Are you ready? Good evening, sir. Yes, sir. Oh, very good. Only one Good student. evening, sir. Very good, very good. You all are very smart. ബിനുജ രാജേഷ് ഒക്കെയാണ് സ്മാർട്ടായിട്ട് ഉത്തരം പറയണത്. ആർ യു റെഡി എന്നൊക്കെ ചോദിക്കുമ്പോ നിങ്ങൾ ഈ റേഡിയോയിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കരുത്. ദിസ് ഇസ് നോട്ട് എ റേഡിയോ. റേഡിയോ മീൻസ് ഇറ്റ് ഇസ് ഓൺലി എ വൺ സൈഡ് കമ്മ്യൂണിക്കേഷൻ. ഹിയർ വി ക്യാൻ ഹാവ് ദ ടു വേ കമ്മ്യൂണിക്കേഷൻ. അപ്പം നിങ്ങൾ റെഡി ആണോ? നിങ്ങൾ നല്ല സ്മാർട്ട് ആണോ? നിങ്ങൾ ടീച്ചേഴ്സ് ആവുന്നവരാണ്. Some of you are already working as teachers, so that you have to be smart always. You have to be energetic. നമ്മുടെ ക്ലാസ്സിലേക്ക് ഇങ്ങനെ നമ്മൾ കയറുമ്പം നമ്മളെ കുട്ടികളുടെ കണ്ണിലേക്ക് നമ്മൾ നോക്കുമ്പം ആ കുട്ടികൾക്കൊരു പ്രകാശം കിട്ടും. അത് ഭയങ്കര സൈക്കോളജിയാണ് കേട്ടോ. ഒരു ടീച്ചർക്കൊക്കെ വേണ്ട അത്യാവശ്യം ആദ്യത്തെ ഗുണം അതാണ്. നമ്മളെ മറന്നിട്ട് അങ്ങനെയാണ് അത്. അതായത് നമ്മളെ മറന്ന് ആ കുട്ടികളിലേക്ക് കുട്ടികളും നമ്മളും ഒന്നായി മാറുന്ന ഒരു ഒരു സിങ്ക് ആവുന്ന ഒരു കെമിസ്ട്രി ഉണ്ട്. ആ കെമിസ്ട്രി വരണം. അതൊരു പൊരുത്തമാണ്. അതൊരു ടീച്ചർ സംസാരിക്കുന്ന സ്വരം കുട്ടി സ്വീകരിക്കുന്നതൊക്കെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഓർക്കണം, അറിവ് വലിയധികം പകർന്നു കൊടുക്കേണ്ടത് ആളല്ല ടീച്ചർ. അതിനിന്ന് ഗൂഗിള് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ടീച്ചർ അറിവ് കൊടുക്കണം, പക്ഷെ അതിന് ഉപരി കുട്ടിയുടെ ഓൾറൗണ്ട് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ടീച്ചറെ ഇഷ്ടമാവാൻ, ടീച്ചറും കുട്ടിയും നമ്മളൊരു ബന്ധമാവാനൊക്കെ നമ്മള് അത്ര എനർജറ്റിക് ആവണം. ഇപ്പൊ നിങ്ങൾ ചില ആളുകൾ ഇരിക്കുന്നത് പോലെ എങ്ങനെ ഇരുന്ന് താൻ പറയടോ ഞങ്ങൾ കേൾക്കാം, അങ്ങനെ ഇരിക്കരുത്. അപ്പോ ഓക്കെ, some of you are sitting like that, no? Like you are careless and you say like, you as a teacher you speak, we will listen. It is not like that. It is both of us are important in this dialogue. And teacher, as a teacher should have always this energy. It is a vibe means transmitting from one person to another person. Whenever you enter into the classroom, the students all of a sudden should feel a kind of spirit and a vibe in the classroom. അതൊരു വലിയൊരു വൈബാണ്. ചില സ്ത്രീകൾ അങ്ങനെയാണ്. ചില ടീച്ചേഴ്സ് അവരവരുടെ വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബത്തിന് ഭയങ്കര ഐശ്വര്യമാണ്. ദുരിതമുണ്ട്, കഷ്ടപ്പാടുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, പ്രതിസന്ധിയുണ്ട്, കെട്ടിയോ കള്ളു കുടിക്കും, ഇടിക്കും, തൊഴിക്കും, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും അവിടെ ഒരു ഭയങ്കര ഐശ്വര്യമാണ്. അപ്പോ okay, now we are going to begin the session. Again, host will disable the participant to. Can you please make me host? Who is the host again? ആരാണ് ഹോസ്റ്റ്? ഏബ്സ. Who is host? Are you the host? Yes. Okay, thank you. So now this is another one. Okay, think positive, be positive. Think positive, be positive എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട. Okay, there are some students from out of Kerala. So think positive, be positive. We all know these words. We know positive attitudes. We know the important elements of optimism. But the thing is that implementation and execution is the most important thing. നമുക്ക് ഇതൊക്കെ അറിയാമെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാനും എക്സിക്യൂഷനുമാണ് ഡിഫിക്കൽട്ട്. So the way you think day in, day out affects all aspects of your life. So thinking is the basic. In the Bible, it is written like this. Everything is rooted in the heart. And it is based on the thinking, your thought. And there are 4 branches for your thought. What are the 4 branches of your thought? ചിന്തയാണ് എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം. Let me explain in Malayalam also. ചിന്തയാണ് എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം. അതുകൊണ്ട് തിങ്ക് എന്ന് പറയുമ്പോൾ ചിന്തയാണ്. ആ ചിന്തയാണ് ഒരു ദിവസം ഒരു മനുഷ്യനെ മുഴുവനായിട്ടും, വിഷമങ്ങളും സങ്കടങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും, when you face difficult times, difficulties, hard realities, when you face hard realities of life, when someone
is scolding you, when you are scolded or by your boss or your partner or your friend, or when you are disappointed by someone, among all these kind of disappointments, negative things, hardships in our life, we should have a positive thinking. That is why this heart is that means our thought is important, and thought is the basic root cause of all actions. It has 4 branches. ചിന്തയാണ് എല്ലാ പ്രവൃത്തികളുടെ ആരംഭം. അതിന് 4 ശാഖകളുണ്ട്. ലൈഫ് ആൻഡ് virtue, that means good. If you select good things, you will enter into life. ജീവനും നന്മയും ജീവനുമുണ്ട്. നന്മ സ്വീകരിക്കുന്നവൻ ജീവനിലേക്ക് പോകും. തിന്മയും മരണവുമുണ്ട്. തിന്മ സ്വീകരിക്കുന്നവൻ, that means evil and death. If you choose the wrong things in your life, you will be led into the death. That means into the negative things. So be positive, be think positive, be പോസിറ്റീവ്. നമ്മള് ചിന്തിച്ചാലേ പോസിറ്റീവ് ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇത് പുറത്തുനിന്ന് ആരും കൊണ്ട് സ്പൂൺ ഫീഡിങ് ചെയ്യാൻ പറ്റില്ല. ഒരു ടീച്ചർക്കും ഒരു ക്ലാസ്സിലും ഒരു സ്കൂളിലും എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കാൻ അവിടെ വേറെ ബാഹ്യമായ ഡോണ്ട് ഡിപ്പെൻഡ് എനി ഔട്ട്സൈഡ് ആസ്പെക്ട്സ് ഫോർ യുവർ മൈൻഡ് ടു ബി കൺട്രോൾ. ദാറ്റ് മീൻസ് യു ഷുഡ് ഹാവ് ദ കൺട്രോൾ ഓഫ് യുവർ ഇന്നർ എഞ്ചിനീയറിംഗ്. Inner engineering in the sense means you should not give the control of your mind and heart or thought process. The control is in your heart. നമ്മുടെ കയ്യിലല്ലേ നമ്മുടെ ചിന്തയുടെ നിയന്ത്രണം. നമ്മൾ നമ്മുടെ ചിന്തയുടെ നിയന്ത്രണം വേറൊരാൾക്ക് കൊടുക്കരുത്. അപ്പോ മറ്റ് ബാഹ്യമായ മറ്റു ടീച്ചേഴ്സുമായിട്ട് പ്രശ്നമുണ്ട്, മാനേജ്മെന്റ് പ്രശ്നമുണ്ട്, HM വഴക്ക് പറഞ്ഞു. പക്ഷെ നമ്മളെ ക്ലാസ്സിൽ കയറുമ്പോൾ കുട്ടികളുടെ അടുത്ത് എപ്പോഴും തിങ്ക് പോസിറ്റീവ്, ബി പോസിറ്റീവ്. അപ്പോൾ ആ ടീച്ചർ ഐശ്വര്യമുള്ള ടീച്ചറാണെന്ന് ആര് പറയും? കുട്ടികൾ പറയും. ഇഫ് യു ആർ സോ ഇൻ വിത്ത് എ പോസിറ്റീവ് തിങ്കിങ് ആൻഡ് if you are having a positive vibe, always children will be attracted to you. You will get a easy access. That means you will be surrounded by the children in the classroom always. But that is the experience of good teachers. That is what is the experience of good teachers. Tells us that it is quite natural that students want happiness. They want joyfulness because children are joyful, exuberant, ഉത്സാഹഭരിത. എക്സൂബ്രിയന്റ് എന്നൊക്കെ പറയുന്നത് ഉത്സാഹഭരിതമാണ്. കുട്ടികൾ എപ്പോഴും ഹാപ്പിയാണ്. അപ്പൊ അവർക്ക് എങ്ങനെയുള്ളവരെ വേണം? ഇങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നവരെ അവർക്ക് വേണം. അപ്പൊ നമ്മൾ ആ കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. We should be very careful about this. Okay. Listen to your internal dialogue. Internal dialogue means inner engineering. How you control your mind. Always tell your mind that, mind, I am your controller. I am the control. Mind will wander here and there. Mind will say, to make some crooked stories, mind will say, do this and these things because of your selfishness. Isn't it, Kise? Mind will say sometime to do in this way, in that way, because of your selfishness. Then you have to control your mind. How? You have to, your heart, that means your soul is controlling the mind. That is called inner engineering. That is written here, internal dialogue. Internal dialogue will help you to recognize your thought patterns and how they may be affecting the way you handle the stressful situations of daily living. How you are handling your stressful situations. She's trying to escape. How are you going to handle the stressful situations of your daily living? How bursting out, crying out, or speaking loudly, it is not the way. Internal dialogue. Your heart, soul should speak to your mind. I am your control. Because I am happy always. I am thinking in a positive way. I am positive, so be positive. No need to jump into the conclusion. No need to jump away. See, this is life. This is called inner engineering. അതിനാണ് നമ്മൾ ഇന്നർ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയണേ കേട്ടോ. ഒത്തിരി ആളുകൾക്ക് ഇത് ഇന്നത്തെ കാലത്ത് ഇല്ല. In this modern era, especially in the post-COVID era, these skills are lacking. That means most of us are having
the lack of these kind of skills. This is the soft skills which we have to possess. ഇതാണ് നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് അല്ലെങ്കിൽ 21st century skills development എന്നൊക്കെ പറയുന്നത്. Many people have found that when they tune into their internal dialogue, much of it is negative. Negative thoughts ഉള്ളത് കൊണ്ടാണ് നെഗറ്റീവ് ഇന്റേണൽ കൺട്രോൾ വരുന്നത്. If you have negative thoughts, that means your boss is bad, negative, office is not good, your family people are not good, friends are not good, then only you have the negative thoughts. That means you can't find the goodness in anything. നമ്മുടെ ചുറ്റിനുമുള്ളതിൽ നന്മ കണ്ടെത്താൻ പറ്റുന്നതാണ് പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. എല്ലായിടത്തും തിന്മയുണ്ട്. ഈ തിന്മയുടെ ഇടയിൽ നന്മ കണ്ടെത്താൻ പറ്റിയാൽ വിജയിക്കും. സങ്കടങ്ങളും പ്രയാസങ്ങളും വേദനകളും മറ്റുള്ളവരെ നമ്മൾ ഉപദ്രവിക്കും, ശത്രുക്കളുണ്ട്, അവരുടെ മുന്നിൽ വിജയിച്ച് കാണിക്കുന്നതിന് ഏറ്റവും എളുപ്പ വഴിയാണ് എപ്പോഴും ഹാപ്പി ആയിരിക്കുക. ശത്രു പരാജയപ്പെടും. അതുപോലെ നമുക്ക് ചിരിക്കാൻ പറ്റുന്ന അവസരത്തിൽ ചിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കഴിവ്. അപ്പൊ അതൊക്കെ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ ലൈഫ് വേസ്റ്റ് ആവും. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ വൈരാഗ്യം കൊതി കുത്തിയിരുന്നാൽ അല്ലെങ്കിൽ വാശി പിടിച്ചാൽ നമ്മുടെ ആരോഗ്യം നശിക്കും, നമ്മളെ പോസിറ്റീവ് എനർജി മാറും, നമ്മൾ നെഗറ്റീവായി മാറും. അങ്ങനെ നമ്മള് വിലാപവും പല്ലുകടിയുമായി ജീവിക്കേണ്ടി വരും. ഓക്കെ, സ്കൂളിലെ ടീച്ചേഴ്സ് ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടവരാണ്. I could never do that, and what if I fail can seriously impact the way you behave. Here, I know that some offices like Kisse and some Kerala people, they used to say in my office, administrators, academic officers, I could never do that, sir. What if I fail you, sir? So I can't do this. They are negative people, especially Kisse, Vileka, Haika. Those people are asking this kind of questions. Thus, in turn, that is a negative thought. Don't think. Always we have to say, I can, I will, I shall. I can do this. I shall do it. So this is an attitude of positive thinking. This in turn affects every aspect of your life. If you are a positive thinker, your life will be changed. Automatically, there will be a positive vibe. That will lead to law of attraction. So whatever you dream, it will come true. നിങ്ങൾ സ്വപ്നം കാണുന്നത് സാക്ഷാത്കരിക്കും. നല്ല സ്കൂളിലെ പ്രിൻസിപ്പളായി KGന്റെ അല്ലെങ്കിൽ മോണ്ടിസോറി വിഭാഗത്തിന്റെ LKG UKGയുടെ ഹെഡ് ആവണം, എനിക്കൊരു സ്കൂളിൽ പ്രിൻസിപ്പൾ ആവണം, PG എടുക്കണം, ഇത് ജോലി ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും പഠിക്കണം, PhD എടുക്കണം. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അങ്ങനെയാവും. ആഫ്റ്റർ 10 years 10 വർഷം കഴിഞ്ഞ് എന്റെ ജീവിതത്തെ കുറിച്ച് സ്വപ്നം കാണാൻ പറ്റാത്ത മനുഷ്യരല്ല മൃഗങ്ങളെ പോലെ ജീവിക്കുകയാണ്. ഉള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് പറയുന്നവർ മൃഗങ്ങളാണ്. എങ്ങനെയൊക്കെ പോയാൽ മതി, ചിലർ അങ്ങനെ പറയാറുണ്ട്, എങ്ങനെയെങ്കിലുമൊക്കെ കഞ്ഞി കുടിച്ച് പോയാൽ മതി. എങ്ങനെയെങ്കിലുമൊക്കെ കഞ്ഞി കുടിച്ച് പോകാനല്ല ദൈവം നിങ്ങൾക്ക് കഴിവുകൾ തന്നിട്ടുള്ളത്. ആ കഴിവുകൾ മാക്സിമം ഉപയോഗിച്ച് നിങ്ങളുടെ സമൂഹത്തിന് അഭിമാനമായി മാറണം. പ്രത്യേകിച്ചും നിങ്ങൾ ലേഡീസ്, കുടുംബം നിങ്ങളാണ് അതിന്റെ നട്ടെല്ല്. അത് തിരിച്ചറിഞ്ഞാൽ ആ കുടുംബം രക്ഷപ്പെടും. പല പ്രതിസന്ധികളും പ്രയാസങ്ങളും നമുക്ക് ഉണ്ടാവും, അതൊക്കെ അതിന്റെ ഭാഗമാണ്. അതിനെ മറികടക്കുമ്പോഴാണ് സഹനങ്ങൾ സന്തോഷത്തോടെ സഹിക്കുന്നതാണ് യഥാർത്ഥ വിജയം. ഓക്കെ, I could never do that. That's it. When we are stressed, certain hormones are produced by the body. നമ്മൾ ഈ സ്ട്രെസ് എടുത്ത് ആശങ്ക, അസ്വസ്ഥത ഒക്കെ ആയിട്ടിരിക്കുമ്പം ശരീരത്തിൽ തലച്ചോറിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് ചില കെമിക്കൽസ് ഉത്പാദിപ്പിക്കും. അതാണ് പിന്നീട് പല രോഗങ്ങളായി മാറുന്നത്. അതുകൊണ്ട് ഹാപ്പി ആയിരിക്കണം. When released infrequently, these hormones are harmless, but when produced continuously, they can cause serious damage. Some hormone productions are damage or harmful for our body when it is continuously produced out of this stress and frustration. Frustration means ഉത്കണ്ഠ. ഇതിൽ നിന്നൊക്കെ അങ്ങനെ വരുന്ന, അതുകൊണ്ടാണ് ടെൻഷൻ അടിച്ചാൽ പെട്ടെന്ന് മറ്റ് പല അസുഖങ്ങളും കൂടാൻ സാധ്യതയുണ്ടെന്ന് പറയാം. The key to living our lives free from negative thought is to remember who we truly are, free from our momentary emotional shifts. For many, the transition to positive awareness of self requires small steps on a chosen path. The following tools may prove to be powerful stepping stones.
necessary for the greater achievement of absolute joyful living. ഒരു പരിപൂർണമായ സമാധാനപരമായ സന്തോഷകരമായ ജീവിതത്തിനാണ് തൊഴിലിനൊപ്പം. എന്തിനാണ് ടീച്ചിങ് ജോലി ചെയ്യുന്നത്? അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കിട്ടുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം ഈ ക്യാമറയിൽ നോക്കി പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും കണ്ണിൽ നോക്കിയാണ് ഞാൻ സംസാരിക്കുന്നതെന്നും ഞാൻ പറയുന്ന ചില വാക്കുകൾ നിങ്ങളെ ഹൃദയത്തിൽ സ്വീകരിക്കുമെന്നും ചില ആളുകൾക്ക് അത് ഉപകാരമാണെന്നും എന്റെ തിരിച്ചറിവാണ് എന്റെ ആനന്ദം. എല്ലാവരും നന്നാവില്ല. നിങ്ങളിൽ കുറെ ആൾക്കാർ കുറ്റം പറയും, തെറി പറയും, മോശം പറയും. അവരെ ഒന്നുമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുക. എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സമയം തികയാതെ വരുമ്പോൾ നമ്മൾ എന്തിനാണ് നെഗറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഐ എം ഹാപ്പി ബീയിങ് എ ടീച്ചർ. ആസ് എ ടീച്ചർ ഐ എം ഹാപ്പി. Why? How can I enjoy this moment? When I look at this camera of this virtual platform, I see each and every one of you. I am looking at your eyes. Why and how it is happening? I can realize that some of you will receive my voices in your heart, not into your ears. It will be directly received by your heart. Then the transformation will take place. അങ്ങനെ രൂപാന്തരീകരണം നടക്കും. എന്ന് വെച്ചാൽ എന്താണ്? മാനസാന്തരം നടക്കും. എന്താണ് ഈ മാനസാന്തരം? നിങ്ങൾ കള്ളുകുടി മാറുന്ന മാനസാന്തരം അല്ല കേട്ടോ. മാനസാന്തരം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ചിന്താഗതി, ബോധ്യങ്ങൾ മാറും. അങ്ങനെ മാറുമ്പോൾ ഒരാൾക്കെങ്കിലും അത് ഗുണമാവും. അതുകൊണ്ടാണ് ഇത് ടീച്ചിങ് എന്ന് പറയുന്നത് ആനന്ദകരമാവും. ഒരു ടീച്ചർ ഒരു കുഞ്ഞിന് അക്ഷരം പറഞ്ഞു കൊടുക്കുന്നത്, ഒരു ടീച്ചർ ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുന്നത്, ഒരു അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുന്നത് പോലെ ആനന്ദകരമാണ്. ചില അമ്മമാര് കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ആനന്ദകരമാണ്. വിഷം കൊടുക്കുന്ന പോലെ അല്ലല്ലോ പാല് കൊടുക്കുക, ആനന്ദത്തോടെയാണ്. ചിലരൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഗോവിന്ദച്ചാമിയായി മാറും. ആ കുട്ടിയാണ് റിപ്പർ ചന്ദ്രനും ഗോവിന്ദച്ചാമിയൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പോ നമ്മുടെ ക്ലാസ്സിൽ 40 കുട്ടികളുണ്ടെങ്കിൽ 1-2 കുട്ടികളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവന്റെ വളർന്നു വന്ന കുട്ടിക്കാലവും ശൈശവവും അത്തരത്തിൽ ദുരിതങ്ങൾ നിറഞ്ഞതായിരുന്നു. അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി ഇല്ല, നെഗറ്റീവാണ്. വീട്ടിൽ അടി, ഇടി, തെറി, ചീത്ത, എന്തിനേയും കുറ്റം പറയും. സ്കൂളിന്റെ കുറ്റങ്ങളോ അധ്യാപകരുടെ കുറ്റങ്ങളോ കുട്ടികളുടെ മുന്നിൽ വെച്ച് രക്ഷിതാക്കൾ ഒരിക്കലും പറയരുത്. അമ്മയുടെ കുറ്റം അച്ഛൻ, അല്ലെങ്കിൽ അച്ഛന്റെ കുറ്റം അമ്മ കുട്ടികളുടെ മുന്നിൽ വെച്ച് പറയരുത്. ഇങ്ങനെ പറഞ്ഞാൽ നാളെ ഈ അമ്മയെ ഈ മക്കൾ തള്ളിപ്പറയും. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് തിങ്ക്, പോസിറ്റീവ് തിങ്ക്. അപ്പൊ നമ്മള് അല്ലാണ്ട് തെറി പറയുന്നത് ആർക്കും അറിയില്ലാണ്ടല്ല. നിങ്ങൾക്കൊക്കെ നല്ലപോലെ തെറി പറയാൻ അറിയില്ലേ? ഇനി ഒരു കാര്യം ചെയ്യാം. വാട്ട് വി ക്യാൻ ഡു നൗ, നമുക്ക് മലയാളത്തിൽ പറയാം, മറ്റുള്ള ഔട്ട് ഓഫ് സ്റ്റേറ്റിലുള്ളവർ കേൾക്കാതിരിക്കാൻ. നിങ്ങൾക്ക് നന്നായി തെറി പറയാൻ അറിയുന്ന ആളുകൾ 2-3 പേര് മൈക്ക് ഓണാക്കി കുറെ തെറി പറയും. അപ്പോൾ അതാണോ മിടുക്ക്? അതിന്റെ നെഗറ്റീവ് ഇഫക്റ്റ് എന്താണ്? ആ പറയുന്ന ആളുടെ ശരീരത്തിലേക്ക് തന്നെ അതിന്റെ നെഗറ്റീവ് എനർജി കയറും. നിങ്ങളാണ് തോൽക്കുക, കേൾക്കുന്ന ഞാനല്ല തോൽക്കുക. അത് വിജയമാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് മഠേനായ വിഡ്ഢിയായ മനുഷ്യന്റെ ലക്ഷണമാണ്. ഓക്കെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് വിചാരിക്കരുത്. അങ്ങനെ ചിലർക്ക് വിഷമങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്റെ ക്ലാസ് വീണ്ടും വീണ്ടും ആളുകൾ ആവശ്യപ്പെടുകയും ഞാൻ ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്നത് ഇപ്പോ മഹാരാഷ്ട്രയിൽ നിന്നൊരു സ്കൂൾ വിളിച്ചു. അപ്പൊ അവർ 25,000 പെർ ഡേ അവരോട് ഞാൻ വേതനം പറഞ്ഞത് 25,000 ആണ്. ഞാൻ കേരളത്തിൽ 10,000 5,000 രൂപയ്ക്കൊക്കെ ഒരു ദിവസം ഒരു ക്ലാസ് എടുക്കാൻ പോകും ഒരു സ്കൂളില്. അല്ലെങ്കിൽ പേരൻസിന്, ടീച്ചേഴ്സിന് 10,000 ആണ് നോർമലി ചാർജ് ചെയ്യുന്നത്. ഇപ്പം അവിടെ ഞാൻ 25,000 പറഞ്ഞു. ഞാൻ എന്തിനാണ് അങ്ങനെ കൂട്ടി പറഞ്ഞത്? എന്റെ വാല്യൂ ഞാൻ തന്നെ തീരുമാനിക്കുന്നതാണ്. എനിക്കൊരു വിലയുണ്ടെന്ന് ഞാൻ തീരുമാനിക്കണം. അപ്പോ അത് എന്റെ ക്ലാസ് ഇഷ്ടമുണ്ടെങ്കിലാണ് അവരെന്നെ വിളിക്കേണ്ടതുള്ളൂ. അത് ഞാൻ ഡെഡിക്കേറ്റഡ് ആണെന്ന് എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ ഞാൻ തഴയപ്പെടും. അപ്പൊ നിങ്ങളൊരു ടീച്ചർ ആവുമ്പോ നിങ്ങളെ തഴയപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കും. സോ ബി കെയർഫുൾ. വെൻ യു ബിക്കം എ ടീച്ചർ, യു ഷുഡ് ക്രിയേറ്റ് യുവർ ഓൺ വാല്യൂ. ഹൗ ടു അസസ് യുവർ സെൽഫ്, how to give grading to you for yourself. You have to grade yourself. You have to ask always, what is your grading? What is your integrity? So think about yourself.
and value yourself. As a teacher, I will think myself as a successful. This is some examples of positive affirmation. Positive affirmation. Be positive and be energetic, and you can be successful at any time, anywhere in the world. No doubt at all. Because human potentials are unlimited. Unlimited potentials. നിങ്ങളിലുള്ള അപാരമായ മനുഷ്യ സാധ്യതയുണ്ട്. നിങ്ങളുടെ മക്കളിലേക്കൊക്കെ പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എക്സാമ്പിൾസ് ഓഫ് ഐ വിൽ തിങ്ക് ഓഫ് മൈസെൽഫ് ആസ് സക്സസ്ഫുൾ. ഞാൻ എന്നെ തന്നെ വിജയിയായി പ്രഖ്യാപിക്കും. നെക്സ്റ്റ് നമ്മള് ക്രിസ്മസ് ഒക്കെ ആയി, അതുകൊണ്ട് അവധിയൊക്കെ ആയപ്പോ ഇനി ഓക്കെ, 1 minute പ്ലീസ് വെയിറ്റ്. ഓക്കെ, ഐ വിൽ ഹാവ് പോസിറ്റീവ് എക്സ്പെക്ടേഷൻ ഫോർ എവറിത്തിങ് ഐ ഡു. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്കൊരു പോസിറ്റീവ് ആയുള്ള ഒരു പ്രത്യാശയുണ്ട്. എന്താകും, അല്ലെങ്കിൽ ഐ വിൽ റിമൈൻഡ് മൈസെൽഫ് ഓഫ് പാസ്റ്റ് സക്സസ്. എന്റെ പഴയകാല പരാജയത്തെയും എല്ലാ പ്രവൃത്തികളെയും എന്റെ വിജയത്തിന്റെ ചവിട്ടുപടികളായിട്ട് ഞാൻ കാണും. അതിനെ ഞാൻ അങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. വൈ ഐ ഷുഡ് ട്രാൻസ്ലേറ്റ് ദിസ്? ഐ വിൽ റിമൈൻഡ് മൈസെൽഫ് of past success. All the past successes as well as failures are the stepping stones for my future success. My failures, the past failures of my life are considered or taken by myself as the stepping stones for my future success. എന്റെ മുന്നോട്ടുള്ള ജീവിത വിജയത്തിലെ ചവിട്ടുപടികളായിട്ടാണ് എന്റെ പഴയകാല ജീവിതത്തിന്റെ പരാജയങ്ങളെ ഞാൻ കാണുന്നത്. നിങ്ങൾക്കത് നാണക്കേടായി തോന്നാം, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നില്ലല്ലോ. ഇതാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് പറയും, ഇതൊന്നും നമുക്ക് വിഷയമല്ല. കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ഞാൻ ആരാണ്, എന്റെ ലക്ഷ്യം എന്താണ്? ഞാൻ ടീച്ചറാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറയണത് കേട്ടോ. നിങ്ങൾ ചില ആളുകളെ ജോലിക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ കിട്ടിയിട്ടുണ്ടാവും ID കാർഡിലൊക്കെ. യു മൈറ്റ് ഹാവ് ഗോട്ട് എ ഹെൽപ്പ് ലൈൻ നമ്പർ ഇൻ യുവർ ID കാർഡ്. 9446006641. ദാറ്റ്സ് മൈ നമ്പർ. നിങ്ങൾക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ട്രെയിനിങ്ങോ കൗൺസിലിങ്ങോ അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോലി ഇപ്പൊ പഠിച്ചുകൊണ്ട് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇഫ് യു വാണ്ട് എനി കൈൻഡ് ഓഫ് ട്രെയിനിങ്, counseling, or if you want to do a job, if you are interested to work as a teacher while you are studying under AIPSA, you have the opportunity now. We will give you the opportunity. നിങ്ങൾ താമസിച്ച് ജോലി ചെയ്യണം. You have to be ready to relocate. You have to relocate. താമസിച്ച് ജോലി ചെയ്യാൻ തയ്യാറുള്ളവർ മാത്രം വിളിച്ചാൽ നിങ്ങൾക്ക് പഠനത്തോടൊപ്പം ജോലി ഉണ്ട് കേട്ടോ. താമസം അക്കോമഡേഷൻ കൂടാതെ 10,000 സ്റ്റാർട്ടിങ് സാലറി. കോഴ്സിന്റെ ഫീസ് ഒക്കെ അടിച്ച് പൈസ ഒക്കെ അത് വേറെ അടക്കണം. പക്ഷെ 10,000 നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് സാലറി കിട്ടും. പഠനത്തോടൊപ്പം താമസിച്ച് ജോലി ചെയ്യാനാണ്. അക്കോമഡേഷൻ ഫ്രീ ആണ്. ഫുഡിന്റെ പൈസ മാത്രം എടുത്താൽ മതി. അപ്പോഴും നിങ്ങൾക്ക് ലാഭമാണ്. 3 മാസം ജോലി ചെയ്താല് അല്ലെങ്കിൽ 5 മാസം ജോലി ചെയ്താൽ നിങ്ങൾ മൊത്തം അടച്ച ഫീസും കിട്ടും. അതും നല്ലതാണ്. പിന്നെ ഏതെങ്കിലും പുറത്തൊരു സ്കൂളിലാണ് താമസിച്ച് ജോലി ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് പഠിക്കും. I will not dull. And to my Nagaland friends, let me use the chat box to send my number. You may 9446006641. Now it is okay. Okay. Now I have sent. You may check the chat box. I have sent my 9446006641. If you are ready to work while studying, you will be paid starting 10,000 plus accommodation as a trainee teacher, and after 3 months you will be given 15,000. Then after 3 months, after 6 months, you will be given 20,000 salary. This is a residential job. You have to be ready to relocate. If you are ready, please call me on that same number. Okay, this is an opportunity for those who do the job as a trainee teacher, can work while studying. Okay, I will not dwell on failures. I just will not repeat them. Dwelling means thinking of the failures again and again and rewinding the failure. That is very bad behavior. So, ഈ പരാജയത്തിൽ വസിക്കുന്നില്ല ഞാൻ വീണ്ടും വിജയിക്കും എന്നാണ് പറയുന്നത്. I will surround myself with the positive people and ideas. See, this is most important thing. Your partner, your husband, your friend, if
he or she is negative, keep a distance from the person who is negative. Otherwise, you will also become negative. എന്തിനെ നെഗറ്റീവായി കാണുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ അവരുടെ കൂട്ടത്തിൽ കൂട്ടുകൂടരുതെന്ന് അർത്ഥം. I will keep trying until achieve the result I want. I will keep until achieve the result I want. So this is what we discussed today, because some people always say that, sir, I am not able to do, I cannot do this. If I fail you, what will be my sister, what I will do? Especially some people used to ask me, sir, if I make you fail, what will you, am I able to do this? I am not able, sir. Those people are negative. It is written, not my own words, it is written on the text. Very bad. Sleep more soundly. Sleep is absolutely essential to improve and maintain energy levels, immune system effectiveness. By sleep, it is written here now. As you know that. Okay. Many people have found that when they, many people, okay, please listen. Many people found that when they tune into their internal dialogue, much of it is negative. Thoughts like, I could never do that. And what if I fail you? These kind of things can seriously impact the way you behave. Okay, so the following tips may prove very useful if you need to sleep better. That is sleeping. You all know. Don't use mobile before, at least 2 hours before your sleep. Don't use mobile phones in the bedroom. It will damage your brain in intellectual capacity, brain neurons functioning, because radiation of the mobile phone will destroy your brain neurons. So automatically you will become mentally retarded, or some kind of your brain cells will be damaged. That means you have some kind of performance, soft skills, your 21st century skills will be underdeveloped. So make preparations for the next day. Take a hot bath before bedtime. Soothe and see if you go to bed by after writing the things to do for the next day, you will feel a kind of optimism, positive energy, and take a hot bath and do some writings and all those things, and read a book. Then you can listen music only by keeping the mobile phones away from the bed, just 1 meter or 1 hand length distance away. Natural homeopathic effects of humor and laughter. When I speak to you, as I said to you, I don't look at the camera of the virtual platform. I look at your eyes, because I'm happy to talk to you, because I'm enthusiastic, I'm exuberant, joyful to communicate with you. That is what we keep ourselves as energetic and smart. നമുക്ക് നമ്മളെ തന്നെ സ്മാർട്ടായി എനർജറ്റിക് ആയി സൂക്ഷിക്കാനുള്ളതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. യു നോ ഓൾ ദീസ് പോയിന്റ്സ്. കട്ട്സ് സ്ട്രെസ് ഇൻ ഹാഫ്, lowers blood pressure, increases your energy, promotes happiness. These are the benefits of response plan, positive attitude plan, smile, physical exercises. Simply you smile in the class also. So students also should feel a kind of attachment towards the teacher. This is to bring the rapport between children and the teacher. Rapport building means a kind of attachment. This is one of the easiest and most basic things you can do to boost your optimism. Besides, it takes more muscles to frown than to smile. It's also infectious. When you smile, it will be transmitted to children also. Not only do you feel good about yourself, you also make others feel good. When you laugh, no, it is not to make yourself as a good feeling, but you can transmit, you can, this emotion will be automatically spread to others also. So now I'm going to stop the screen sharing. Only less than 1 minute. Any doubt?
You may ask me doubts. Any doubts? Shabida? No. No doubt. Very good. Reshma, Tulfat, Mubashira, Asla. Any doubt? Parayoo. Nothing. എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും അറിയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളെല്ലാം അറിവുള്ളവരാണെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. താങ്ക് യു ഓൾ. Thank you.